കാഞ്ഞങ്ങാട് പൂർണ്ണമായും ആ ഒരു ഓണം മൂഡിലേക്ക് എത്തിയെന്ന് തന്നെ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂപ്പാടത്തിലൊക്കെ എത്തിയ ഒരു പ്രതീതിയാണ്. അത്രത്തോളം പൂക്കളാണ്. ഒരുപക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ആളുകൾക്ക് ഒരു ചന്ത എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ സമാന്തരം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആളുകൾക്കൊക്കെ തന്നെ എത്തിച്ചേരാൻ കഴിയുന്ന, എളുപ്പത്തിൽ ഒത്തുകൂടാൻ കഴിയുന്ന ഒരു മേഖല ഈ ബസ് സ്റ്റാൻഡ് പരിസരം മാറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമസ്കാരം. സൂപ്പർ കച്ചവടം. ഇത് പൂവല്ലേ, പൂമന നിൽക്കൂല. കുറച്ച് മായ പിള്ളേർ ഡിമ്മായി പോകും. ഇപ്പം ഒന്നുമില്ല, ഫ്രഷ് പോവാ. ഇപ്പോൾ ആള് വന്നാൽ കച്ചവടമാവും. ചെണ്ടുമല്ലിക, പിന്നെ കൊണ്ടമല്ലിക, പിന്നെ സാമന്തിക. മഴ ചെറിയ ഒരു പ്രയാസമുണ്ടാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ വിൽപ്പനക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂ വാങ്ങാം. ഇനി അല്പസ്വല്പം ഭാഗ്യപരീക്ഷണത്തിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തൊട്ടരികിൽ തന്നെ നമുക്ക് ഒട്ടേറെ ലോട്ടറി കടകൾ കാണാൻ സാധിക്കും. അങ്ങനെ ഒട്ടേറെ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പൂക്കൾ. പൊതുവെ കാസർകോട്ടെ ഓണപ്പൂക്കളങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാടൻ പൂക്കൾ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചെണ്ടുമല്ലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കർണാടകയിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിൽ ചെണ്ടുമല്ലി എത്തുന്നു. അതല്ലാതെ തന്നെ കാസർകോട്ടെ പാടങ്ങളിൽ തന്നെ വിരിയുന്ന പൂക്കളുണ്ട്. കർണാടകയിൽ നിന്നുള്ള പൂവ്യാപാരികൾ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തി കച്ചവടം നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ബിസിനസ് നടക്കുന്നുണ്ട് ഇവിടെ. കാസർഗോഡ് ജില്ലയുടെ സംഗമ ഭൂമിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ മേഖലയിൽ നിന്നും, മലയോരത്ത് നിന്നും തീരദേശ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഒരേ സമയം ഇവിടെ എത്തുന്നുണ്ട്. എല്ലാ സദ്യക്കും എല്ലാം ഏർപ്പാക്കി. പിന്നെ നാളെ പരിപാടി ഇല്ല. ഇന്നും അങ്ങനെ പരിപാടി ഇല്ല. നാളെല്ലാം ഇതാക്കും. തുണിയെല്ലാം ഇന്ന് ഓണിക്കും. പൂക്കളെല്ലാം ഇന്ന് വാങ്ങും. അതെന്ന് വെച്ചാൽ പരിപാടി. സന്ധ്യാവുന്ന സമയമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ വലിയ തോതിൽ ഗതാഗതക്കുരുക്കിലേക്ക് കൂടി പോകുമെന്നുള്ളൊരു ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ ഒരു ഓളം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു മൂടൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.